ഹായ് അസ്സലാമു അലൈക്കും. കിച്ചൺ പലാസോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ഐറ്റമാണ്. ഇന്നത്തെ സാഹചര്യത്തിന് മാച്ച് ആവുന്ന ഒരു ഐറ്റമാണ് നമ്മൾ ഇന്ന് റെഡിയാക്കാൻ പോകുന്നത്. ഒരുപക്ഷെ ഇത് യൂട്യൂബിൽ ആദ്യമായിട്ടായിരിക്കാം. ഇത് കിച്ചൺ പലാസോയുടെ സ്വന്തം ഐറ്റമാണ്. ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് കൊറോണ ബോണ്ടയാണ്. അപ്പോൾ ഈ വെറൈറ്റി കൊറോണ ബോണ്ട എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നമുക്കൊന്ന് കാണാം. ആദ്യം തന്നെ നമ്മളൊരു ഫ്രൈങ് പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ ഒരു മീഡിയം സൈസ് ഒണിയൻ ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ഇളക്കിയ ശേഷം നമ്മളിതിലേക്ക് 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, അതുപോലെ തന്നെ 2 തണ്ട് കറിവേപ്പില ചെറുതായി അരിഞ്ഞത് എന്നിവ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് കോളിഫ്ലവർ ചോപ്പ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ലാസ്റ്റിൽ കോളിഫ്ലവർ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൊട്ടിച്ചെടുക്കുമ്പോൾ വരുന്ന ബാലൻസ് പീസുകൾ ചോപ്പ് ചെയ്തതാണിത്. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുകയാണ്, ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മളിതിലേക്ക് ഒരു 1/4 കപ്പ് വേവിച്ച ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം ഇട്ട് വേവിച്ചെടുത്തതാണ്. അതിനുശേഷം നമ്മളിത് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ കറക്കി എടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ ചെറിയ പീസായി കട്ട് ചെയ്തെടുത്താലും മതി. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മളിതിലേക്ക് വേവിച്ചെടുത്ത ഉരുളൻകിഴങ്ങാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം ഇട്ടാണ് നമ്മൾ ഈ ഉരുളൻകിഴങ്ങ് വേവിച്ചെടുത്തത്. 2 മീഡിയം സൈസ് പൊട്ടാറ്റോ, കണ്ടോ, ഈ ഒരു വലുപ്പത്തിലുള്ള 2 മീഡിയം സൈസ് പൊട്ടാറ്റോ ആണ് നമ്മൾ വേവിച്ചെടുത്തത്. വേവിച്ചതിന് ശേഷം നമ്മൾ ഒരു ഗ്രേറ്ററിൽ ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തു, അല്ലെങ്കിൽ ഉടച്ചെടുത്താലും മതി. ഈ ബാക്കിയുള്ള മസാലക്കൂട്ടുകളൊക്കെ ആയിട്ട് നന്നായിട്ട് മിക്സ് ആവും വിധത്തിൽ തന്നെ ഇതിനെ മിക്സ് ചെയ്തെടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചെയ്താലും മതി. ഇനി ഇത് ഒരു 10 മിനിറ്റ് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് ഡെക്കറേഷൻ ചെയ്യാനുള്ള കോളിഫ്ലവറിൽ മസാല പുരട്ടി വെക്കാം. കോളിഫ്ലവർ ഇതാ കണ്ടോ, ഞാൻ ഈ ഒരു വലുപ്പത്തിലുള്ള ചെറിയ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. നമ്മളൊരു ബൗളിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ വെള്ളം എന്നിവ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഈ റെഡിയാക്കി എടുത്ത കൂട്ടിലേക്ക് നമ്മൾ പീസാക്കി വെച്ച കോളിഫ്ലവർ ഇട്ട് കൊടുത്തുകൊണ്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. പതുക്കെ മിക്സ് ചെയ്തെടുത്താൽ മതി, അല്ലെങ്കിൽ കോളിഫ്ലവർ പൊട്ടിപ്പോവും. ഇപ്പം നമ്മൾ കോളിഫ്ലവർ എല്ലാം മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ച മസാലക്കൂട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ബോണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബോൾ പിടിക്കാം. നമ്മളിപ്പോൾ ഒരു ബോൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ബോൾസും കൂടി റെഡിയാക്കി എടുക്കാം. നമുക്ക് ഈ ഒരു അളവ് കൊണ്ട് 6 ബോൾസാണ് കിട്ടിയിട്ടുള്ളത്. ഒരു മുട്ട നമ്മൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ബോണ്ട ഈ മുട്ടയുടെ ബാറ്ററിലും അതുപോലെ തന്നെ ബ്രെഡ് ക്രംസിലും റോൾ ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ നമ്മൾ ബാക്കിയുള്ളതെല്ലാം മുട്ടയുടെ ബാറ്ററിലും ബ്രെഡ് ക്രംസിലും കൂടി കോട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇനി നമ്മൾ ഈ ബോണ്ടക്ക് ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ചെറിയ ഹോൾ ഉണ്ടാക്കി കൊടുത്തിട്ട് അതിൽ നേരത്തെ മസാല പുരട്ടി വെച്ച കോളിഫ്ലവർ കുത്തി വെച്ച് കൊടുക്കുകയാണ്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കുകയാണ്. ഇതാ കണ്ടോ, ഇപ്പം നമ്മൾ ഒന്ന് ചെയ്തെടുത്തു. കറക്റ്റ് കൊറോണ വൈറസ് പോലെ തന്നെ തോന്നുന്നില്ലേ? ഇപ്പം നമ്മളെല്ലാം അതുപോലെ ചെയ്തെടുത്തു. നല്ല ഭംഗിയില്ല കാണാൻ. ഇത് ഫ്രൈ ചെയ്തിട്ട് കാണുന്നതിനേക്കാൾ ഭംഗി ഈ ഒരു സ്റ്റേജിൽ കാണുന്നതാണ് കേട്ടോ. ഇതുപോലെ ഈ കോളിഫ്ലവർ കുത്തി വെച്ചെടുക്കാൻ കുറച്ച് ടൈം എടുക്കുമെങ്കിലും ഇത് ഒരു വെറൈറ്റി ഐറ്റം എന്നുള്ളൊരു സ്പിരിറ്റിൽ വേണം ചെയ്യാൻ.
ഓയിലൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഒരു സ്പൂണിൽ വെച്ചിട്ട് പതുക്കെ വേണം ഇത് വെച്ച് കൊടുക്കാൻ. ശ്രദ്ധിച്ച് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളിതിൽ കുത്തി വെച്ചിട്ടുള്ള കോളിഫ്ലവറൊക്കെ ചാടിപ്പോരും. ഇതിപ്പം ഒരു സൈഡ് ആയിട്ടുണ്ട്. ഇനി നമ്മളിത് പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഇതും സൂക്ഷിച്ച് ചെയ്യണം, ഇല്ലെങ്കിൽ കോളിഫ്ലവർ ചാടിപ്പോവും. ഇതാ കണ്ടോ, നമ്മുടെ ബോണ്ടമെന്ന് ഒരു കോളിഫ്ലവർ ചാടിപ്പോയി. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ചിട്ട് പതുക്കെ വേണം ചെയ്യാൻ. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ 2 സ്പൂൺ വെച്ചിട്ട് പതുക്കെ കോരിയെടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ കൊറോണ ബോണ്ട എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ ഒരു സിറ്റുവേഷന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് നമ്മളിന്ന് റെഡിയാക്കിയിട്ടുള്ളത്. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ കൊറോണ വൈറസ് നമ്മളിൽ ഓരോരുത്തരെയായിട്ട് വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം നമുക്കും തിരിച്ച് ഈ കൊറോണ വൈറസിനെ ഒന്ന് കഴിച്ചു നോക്കിയാൽ എങ്ങനെയിരിക്കും? ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.